മാർച്ച് 11 നടന്ന ഇവന്റ് ഉണ്ട്. അതിന്റെ ഒരു അവിടെ നടന്നിരുന്ന കാര്യത്തിന്റെ ബേസിക് ഔട്ട്ലൈൻ പറഞ്ഞു തരിക എന്നുള്ളതാണ്. ഒരു 15 മിനിറ്റ് കൊണ്ട് തീർക്കണം എന്നാണ് കരുതുന്നത്. ഇതിൽ വ്യക്തിപരമായ അഭിപ്രായങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എനിക്ക് അവിടെ കിട്ടിയ അറിവ് നിങ്ങളിലേക്ക് പകർന്നു തരിക എന്നുള്ളതാണ്. എൻ്റെ കാഴ്ചപ്പാടുകളൊന്നും ഇവിടെ പ്രസക്തിയില്ല, അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. അത് വ്യക്തിപരമായി നിങ്ങൾക്ക് സംസാരിക്കണം, എന്നോട് സംസാരിക്കും, ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഈ ഒരു ബേസിക് ഒബ്ജക്റ്റീവ് നമുക്കിത് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ്. അന്ന് എത്തിപ്പെടാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇത് പറഞ്ഞു തരാം. കാരണം ഇതൊരു വലിയ മൂവ്മെന്റ് ആണ് കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ. അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഇനി എൻട്രി സ്റ്റോപ്പ് ചെയ്യാമേ. ഇനി അങ്ങോട്ട് പറഞ്ഞ ചിലപ്പോൾ മിസ്സായി പോകും കണ്ടന്റ്. ഓക്കെ സർ. അല്ല വേണ്ട, കയറിക്കോട്ടെ, കുഴപ്പമില്ല. ഇന്ന് സൺഡേ അല്ലേ, കയറിക്കോട്ടെ, കുഴപ്പമില്ല. ഓക്കെ Q&A നമുക്ക് പിന്നെ എടുക്കാം. ആർക്കും എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ പിന്നെ നമുക്ക് എൻട്രി കൊടുക്കാം. ഓക്കെ, സോ ഇത് ആക്ച്വലി നമ്മുടെ മന്ത്രിയായിട്ട് മിനിസ്റ്റർ ആയിട്ടുള്ള ശിവൻകുട്ടി സാറാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തിരുന്നത്. അവർ പറഞ്ഞത് ഇതിന് സ്റ്റേറ്റ് ക്വാളിറ്റി സീൽ എന്നാണ് പറയുന്നത്. അക്രഡിറ്റേഷൻ എഫിലിയേഷൻ ആണ് പറയുന്നതെങ്കിൽ അതിന്റെ ബേസിക് ഒബ്ജക്റ്റീവ് അവർ കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്വാളിറ്റി ഉള്ളതാണ് എന്നുള്ള സീല് വെക്കുക എന്നുള്ളത്. ഞാൻ സാറിന് കേസിൽ പ്രോഗ്രാംസിന് പോകാറില്ല, കാരണം ദേ ഹാവ് എൻ അജണ്ട ആൻഡ് ദാറ്റ് ഇസ് ഗുഡ്. സ്റ്റുഡൻസിന്റെ പെർസ്പെക്റ്റീവ് നല്ലതാണ്. പക്ഷേ ഇത് എനിക്ക് തോന്നി അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് ഒന്ന് പോയത്. മാർച്ച് 11 ലെമൺ ട്രീ ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു, തൈക്കാടുള്ള ലെമൺ ട്രീ ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. ഇതിനകത്ത് ഐ എം സ്കിപ്പിംഗ് ദിസ്. നമ്മളെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് വരുന്നില്ല. ഒന്ന് എൻട്രീസ് ഒന്ന് മാനേജ് ചെയ്യണേ എനിക്ക്. ശരി, ഓക്കെ. ഇതിനകത്ത് കേസിൻ്റെ അകത്ത് ഇവർ ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വാളിറ്റി സീൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഫിലിയേഷൻ അക്രഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 5 കാര്യങ്ങളാണ്. ഒന്ന്, സെന്ററുകളെ ഇവാലുവേറ്റ് ചെയ്യുക. അതായത് ഈ സെന്ററിന്റെ കൊടുക്കുന്ന ക്വാളിറ്റി അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടോ എന്ന് എൻഷുർ ചെയ്യുന്ന ഒരു ബോഡിയാണ് കേസ്, കേരള അക്കാഡമി ഫോർ സ്കില്ലിംഗ് എക്സലൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. 2, ഇൻഡസ്ട്രി അലൈൻമെന്റ് ആണ്. പഠിപ്പിക്കുന്ന കോഴ്സുകൾ ഇൻഡസ്ട്രിക്ക് വേണ്ടത് തന്നെയാണോ കണ്ടന്റ് എന്ന് അറിയിക്കുക എന്നുള്ളതാണ്. അതിൽ ത്രൂ എംപ്ലോയബിലിറ്റി എത്തിക്കുക എന്നുള്ളതാണ്. 3, കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി വെണ്ടറിന് നമ്മുടെ സ്ഥാപനത്തിലുള്ള ട്രസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ കേസിന്റെ അഫിലിയേഷൻ അവർ പറയുന്നത്. 3, ഇൻക്ലൂസിവിറ്റിയാണ്. കാരണം ഇതിനകത്ത് ഒരുപാട് തരത്തിലുള്ള കേരള ഗവൺമെന്റ് പ്രൊജക്റ്റുകളും കേന്ദ്ര ഗവൺമെന്റ് പ്രൊജക്റ്റുകളും ഉണ്ട്. അപ്പൊ അതിനകത്ത് ഇപ്പം വയോധികർക്കുള്ള ക്ലാസ്സുകളുണ്ട്, വിധവകൾക്കുള്ളതുണ്ട്, അസുഖബാധിതരായിട്ടുള്ള ആൾക്കാർക്കുണ്ട്. അങ്ങനെ ഓരോ സെഗ്മെന്റ് ആൾക്കാർക്ക്, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കുണ്ട്, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തുന്ന ഒരു ഇക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് കേസിന്റെ ബേസിക് ഒബ്ജക്റ്റീവ്. അപ്പൊ ഇതിൽ ബേസിക്കലി അത് ചെയ്യുന്നത് 2 തരത്തിലുള്ള പ്രോഗ്രാംസ് ആണ് അവർ അഫിലിയേറ്റ് ചെയ്യുന്നത്. ഒന്ന്, ഇപ്പം കേന്ദ്ര ഗവൺമെന്റ് എല്ലാ പ്രോഗ്രാംസിനും NSQF നിർബന്ധമാണ്, നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് എന്ന് പറയും. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കോഴ്സ്, നമ്മളിപ്പോൾ ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിങ് എക്സാമ്പിൾ ഉണ്ടാക്കാം, നമ്മൾ എടുക്കുക, ഒരു കോഴ്സ് എടുത്തു. ഈ ഒരു കോഴ്സ് ആക്ച്വലി ഇന്ത്യൻ ഗവൺമെന്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തസ്തികയിലേക്ക് ഇവർ ആക്ച്വലി ഫിറ്റ് ആണോ എന്ന് അറിയുന്ന ലെവൽ, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ NSDC നിഷ്കർഷിച്ച പ്രകാരമുള്ള ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിലാണോ ഇവർ ചെയ്യുന്നതെന്ന് തിരിച്ചറിയുന്ന ഒരു സംഭവമാണ് NSQF. അപ്പോൾ അതിലേക്ക് നമ്മൾ NSQF അലൈൻമെന്റ് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ കോഴ്സ് ഉണ്ടാക്കിയാൽ നോർമലി NSDCന്റെ ഏത് പ്രോഗ്രാം ആണെങ്കിലും NSQF എന്ന് പറഞ്ഞാൽ ഫ്രെയിംവർക്കിലേക്ക് അലൈൻ ചെയ്യണം. അതുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് അതിന്റെ ഏറ്റവും കറക്റ്റ് ലെവൽ നോക്കി നമ്മൾ അതിനെ ബണ്ടിൽ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഉള്ള പ്രോഗ്രാംസിന് മാത്രമേ നൽകിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെ നാട്ടിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കേരളത്തിൽ മാത്രം നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാവാം. അല്ലെങ്കിൽ കേരളത്തിൽ നമുക്കിപ്പം കേരളത്തിന് പുറത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് വളരെ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും, ഒട്ടും സ്കിൽഡ് അല്ലാത്ത ആൾക്കാർ. ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്ലൂ കോളർ ജോബ് എന്ന് നമ്മൾ പറയുന്ന കാർപ്പൻട്രി ജോബ്, മേസൺ ജോബ്, ഇങ്ങനത്തതിനാണ് ഏറ്റവും കൂടുതൽ പ്രോമിനൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ കേരളത്തിലൊരു ജനതയെ നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടീമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ചുകൂടി വൈറ്റ് കോളർ കൈൻഡ് ഓഫ് ജോബ്സ് ആണ്. അത് പലപ്പോഴും ഞാൻ ഈ NSQF അലൈൻമെന്റ് വരുന്ന സമയത്ത് ഒരു ഗ്യാപ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരെ കേസിന്റെ കേസിൽ NSQF അലൈൻഡും NSQF നോൺ അലൈൻഡും അവർ കൊടുക്കുന്നുണ്ട്. അതായത് ആ 2 പ്രോഗ്രാംസിന് ഇവർ ക്വാളിറ്റി സീൽ നൽകുന്നുണ്ട്. ഇവർ നോക്കുന്നത് പ്രിസ്ക്രൈബ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ, ട്രെയിനിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടോ, ഡെലിവറി മെക്കാനിസം ഉണ്ടോ, കൊടുക്കുന്നത് ഇൻഡസ്ട്രി റെലവൻ്റ് ആണോ, അതേപോലെ ഓപ്പറേഷൻസ് എക്സലൻസ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും നമുക്ക് ഉണ്ടോ എന്നുള്ളതാണ് അവർ ബേസിക്കലി കേസ് ചെക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതുകൂടാതെ ഇതിൽ അക്രഡിറ്റേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി എക്സ്ക്ലൂസീവ് ഓതറൈസേഷൻ ആൻഡ് റെക്കഗ്നീഷൻ. അതായത് ഒരു സ്ഥാപനത്തിനെ കേരള ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് അംഗീകരിക്കുക എന്നുള്ളതാണ് ഒന്ന്. പിന്നെ സ്കിൽ ഡിമാൻഡ്, വിസിബിലിറ്റി ഓഫ് ഡിസ്ട്രിക്ട് സ്കിൽ ഡിമാൻഡ് എന്ന് പറയും. അതായത് ഓരോ ജില്ലയിലുമുള്ള അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തുമുള്ള, ഇപ്പം നമ്മളെ കേരള സംസ്ഥാനത്തിൻ്റെ അകത്ത് എന്തൊക്കെ സ്കിൽ ഡിമാൻഡ്സ് ഉണ്ടെന്ന് തിരിച്ചറിയാൻ കേരള ഗവൺമെന്റിനുള്ള ഒരു ഡയലോഗ് മെക്കാനിസം കൂടിയാണ് ആക്ച്വലി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത് ഫണ്ടിങ് സപ്പോർട്ടാണ്. ഇപ്പം 300 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പം PMKVY ത്രൂ
അസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവർ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഫണ്ട് ആർക്ക് കൊടുക്കണം എന്നുള്ള ഐഡിയ ഇല്ല. അപ്പോൾ പലപ്പോഴും എല്ലാ സെന്ററും ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യും. അപ്പോൾ ആ സമയത്ത് മാത്രമുള്ള ഒരു ഇവാലുവേഷൻ ഒന്നും പോസിബിൾ ആവാത്തത് കൊണ്ട് ഇതൊരു പെർമനന്റ് ഫ്രെയിംവർക്ക് ഇവർ സെറ്റ് ചെയ്യാനാണ് കേസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ റിസോഴ്സ് ഒപ്റ്റിമൈസേഷൻ, അതായത് ഇപ്പോൾ ഒരു ഏരിയയിൽ ഒരുപാട് നമ്മൾ സ്ഥിരം പ്രശ്നമാണ്. ഇപ്പോൾ അക്കൗണ്ടിങ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ മാത്രം എല്ലാ സ്ഥലത്തും. അപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ ലോജിസ്റ്റിക്സോ അല്ലെങ്കിൽ ഹെൽത്ത് കെയറിലോ ആരും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഹെൽത്ത് കെയറിൽ മുഴുവൻ ആൾക്കാർ. അപ്പോൾ ഇങ്ങനത്തെ ഒരു വാട്ട് ഡു വി സേ, ഒരു പ്രോപ്പർലി ബാലൻസ്ഡ് അല്ലാത്തൊരു സിസ്റ്റം കറക്റ്റ് ചെയ്യാനും കൂടി ഇവരെ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ക്വാളിറ്റി ആൻഡ് ഔട്ട്കം എൻഹാൻസ്മെന്റ് ആണ്. ഓക്കെ, ഞാൻ ഇതുവരെ പറഞ്ഞതെല്ലാം വ്യക്തമാണോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടോ? അക്രഡിറ്റേഷൻ പ്രോസസ്സാണ് അടുത്തത്. അക്രഡിറ്റേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡർ രജിസ്ട്രേഷൻ ആണ്. നമ്മൾ TP ആവാൻ വേണ്ടിയിട്ട് കേസിന്റെ TP ആവുക എന്നുള്ളതാണ് പ്രോസസ്സ്. അതിന് 3 വർഷമാണ് ഇതിന്റെ ഒരു സാധുത എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഒരു പ്രപ്പോസൽ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഏതൊക്കെ പ്രോഗ്രാംസാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രപ്പോസൽ. ഇത് കൊടുക്കേണ്ടത് DSDP എന്ന് പറഞ്ഞ ഓഫീസിലാണ്. ഓരോ ഡിസ്ട്രിക്റ്റിലും ഇവർക്ക് ഡെവലപ്മെന്റ് ഓഫീസേഴ്സ് ഉണ്ട്. അവർ ത്രൂ ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്ത്. ഇവരൊക്കെ കോൺടാക്ട് നമ്പേഴ്സ് ഒക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഈ സെയിം പ്രസന്റേഷൻ ഞാൻ നിങ്ങൾക്ക് പങ്കെടുത്ത എല്ലാവർക്കും അയച്ചു തരാം. നിങ്ങൾ നിങ്ങളുടെ കോർഡിനേറ്റേഴ്സ് ത്രൂ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. എൻ്റെ ഈ പ്രസന്റേഷൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിന് വാലിഡിറ്റി 3 വർഷമാണ്. അപ്പോൾ ആദ്യം നമ്മൾ പ്രപ്പോസൽ കൊടുക്കുന്നു. ഈ പ്രപ്പോസൽ ഇവർ ഇവാലുവേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഓഫീസിൽ വെച്ച് അത് അസസ്മെന്റ് ചെയ്യുന്നു. എന്നിട്ട് എഫിലിയേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിനൊരു BAC എന്ന് പറഞ്ഞ കമ്മിറ്റി ഉണ്ട്. അതായത് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി എന്നുള്ള പേരിൽ ഇവർ അതാത് ഇൻഡസ്ട്രിയിൽ എക്സ്പേർട്സിനെ വെച്ചിട്ടാണ് ഒരു ഇതുണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ നമ്മളൊരു കോഴ്സ് അപ്രൂവലിന് വേണ്ടി കൊടുത്തു ലോജിസ്റ്റിക്സ്. അങ്ങനെ ആകുമ്പോൾ ഇൻഡസ്ട്രിയിലുള്ള എക്സ്പേർട്സും ഇവരുടെ ഒരു പാനലും ചേർന്നിട്ടാണ് ഈ പ്രോഗ്രാംസിന് എഫിലിയേഷൻ നൽകുന്നുണ്ടാവുക, അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ നൽകുന്നുണ്ടാവുക. ഇതിന് ആണ് BAC കമ്മിറ്റി എന്ന് പറയുക. BAC അംഗീകരിച്ച കോഴ്സുകൾ മാത്രമേ അവർ അക്രഡിറ്റേഷൻ തരൂ. ഒരു സ്ഥാപനത്തിന് അക്രഡിറ്റേഷൻ തരാ എന്നുള്ളതല്ല അവരുടെ ഉദ്ദേശം. റാദർ സ്ഥാപനത്തിനും അതിന്റെ കോഴ്സുകൾക്കും സെലക്റ്റീവ് ആയിട്ടുള്ള കോഴ്സസിനുമാണ് ഇവർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടാവുക. അതേപോലെ DSD നമ്മൾ പ്രപ്പോസ് സബ്മിറ്റ് ചെയ്യുന്നു. ഇവർ അക്രഡിറ്റേഷൻ ആപ്ലിക്കേഷൻ എടുക്കുന്നു, ടീച്ചേഴ്സിന് ഇൻഫർമേഷൻ എടുക്കുന്നു, ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫർമേഷൻ എടുക്കുന്നു, എക്യുപ്മെന്റ് ഇൻഫർമേഷൻ എടുക്കുന്നു, ജോബ് റോൾസ് എടുക്കുന്നു. കൂടാതെ ഫിസിക്കൽ ഇൻസ്പെക്ഷൻ അവർ ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇത് ഡെലിവറി ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമ്മുടെ സെന്ററിനുണ്ടോ, സേഫ്റ്റി, സെക്യൂരിറ്റി, ഹൈജീൻ, ഇത്രയും കാര്യങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടീച്ചേഴ്സ് ക്വാളിഫിക്കേഷൻ, ടീച്ചേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഇവർ അവാർഡിംഗ് പ്രോസസ്സിലേക്ക് കടക്കുന്നുണ്ടാവുക. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നേ ഇതുവരെ പറഞ്ഞത്. എന്തെങ്കിലും ചോദിക്കേണ്ടതുണ്ടേ പ്ലീസ്. ഒരു സെക്കൻഡ്. യെസ്, ഓക്കെ. ഇതിന്റെ ഒരു ബേസിക് അവരെ ഒരു പെർവ്യൂ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ആണ്. അതിപ്പോൾ ഒരു എഫിലിയേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ 3 വർഷം കഴിഞ്ഞിട്ടല്ല എഫിലിയേഷൻ ഇൻസ്പെക്ഷൻ ഉണ്ടാവുക. ദേ കീപ്പ് ഓൺ ഡൂയിങ് മോണിറ്ററിംഗ് എന്നാണ് പറയുന്നത്. എത്രത്തോളം പ്രാവർത്തികമാണെന്ന് എനിക്കറിയില്ല, പക്ഷേ പോസിബിൾ ആണ്. കാരണം സെലക്ടീവ് സെന്റേഴ്സിനാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അത് 100% പ്രാവർത്തികമാണ്. അതേപോലെ മോണിറ്ററിംഗിൻ്റെ അകത്ത് ഇൻസ്പെക്ഷൻ വരും, പെർഫോമൻസ് റിവ്യൂസ് വരും, കുട്ടികളുടെ അറ്റൻഡൻസ് വരും, പ്ലേസ്മെന്റ് സപ്പോർട്ട്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും. അക്രഡിറ്റേഷന്റെ വാലിഡിറ്റി, അതായത് ഇപ്പോൾ ട്രെയിനിങ് പാർട്ണർ എഫിലിയേഷൻ 3 വർഷമാണെങ്കിലും കോഴ്സിന്റെ അക്രഡിറ്റേഷൻ എല്ലാ വർഷവും റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. അതേപോലെ റിന്യൂവൽ ആപ്ലിക്കേഷൻസ് 3 മാസം എക്സ്പയർ ആവുന്നതിന് മുമ്പ് 3 മാസം മുൻപ് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ റിന്യൂ ചെയ്യണം എന്നുള്ളതാണ് ഇവരുടെ മാനദണ്ഡം. അതുകൂടാതെ ഇവർക്ക് ഒരു ഗവേണൻസും ഗ്രീവൻസ് മെക്കാനിസം ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഇൻ കേസ് നമ്മൾ അപ്ലൈ ചെയ്ത് റിജക്ട് ആയി കഴിഞ്ഞാൽ അവർ നമുക്ക് റീ ഇൻസ്പെക്ഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് റിജക്ട് ആവുകയാണെങ്കിൽ നമുക്ക് അവരുടെ ഒരു BACയിൽ ഇരുന്ന് എന്തുകൊണ്ടാണ് റിജക്ട് ചെയ്യുന്നത് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഗ്രീവൻസ് മെക്കാനിസം കൂടി ഉണ്ട് എന്നാണ് ഇവർ പറഞ്ഞത്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രാവർത്തികമായി ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. കാരണം പലപ്പോഴും ക്വാളിഫൈഡ് ആയിട്ടുള്ള പല ആൾക്കാരും പേപ്പർ വർക്ക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മിസ്സായി പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാം. അപ്രോക്സിമേറ്റ് ഇവർ എക്സ്പെൻസ് പറഞ്ഞ ഒരു 23,000 രൂപയാണ് നമുക്ക് ഇവരെ എക്സ്പെൻസ് ആയിട്ട് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻസ്പെക്ഷൻ ഇതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രെയിനിങ് പ്രൊവൈഡറിന് 3,000 രൂപ, ട്രെയിനിങ് അക്രഡിറ്റേഷന് വേണ്ടി 10,000 രൂപ, കോഴ്സിന്റെ അഫിലിയേഷൻ ഓരോ കോഴ്സിനും 10,000 രൂപ, മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ 5,000 രൂപ. ഇത്രയും കോസ്റ്റുകളാണ് നമുക്ക് സിംഗിൾ ടൈം വരിക. അതിനുശേഷം പിന്നെ ഇൻസ്പെക്ഷൻ, അപ്പീലിംഗ് ഫീ, അല്ലെങ്കിൽ ഓരോ കോഴ്സിനുള്ള എക്സ്ട്രാ ഫീസ് ഒക്കെ ആയിട്ട് വരുന്നത് ഇത്രയും ഫീസസ് ആയിരിക്കും. അപ്രോക്സിമേറ്റ് അവർ പറഞ്ഞ് 23,000 രൂപയാണ് നിങ്ങൾക്ക് കോസ്റ്റ് വരുന്നത് 3 വർഷത്തേക്ക് ട്രെയിനിങ് പാർട്ണർ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ കോഴ്സിന് വേണ്ടിയിട്ടാണ് അക്രഡിറ്റേഷൻ നമ്മൾ റീഅപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊക്കെ അപ്രോക്സിമേറ്റ് ഫിഗേഴ്സ് ആണ്. ഇതൊക്കെ കേരള ഗവൺമെന്റിന്റെ ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് അവരുടെ അടുത്ത് സംസാരിക്കാം. ഞാൻ നിങ്ങൾക്കുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് മാത്രമാണ്. അപ്പോൾ അത് ആ ഒരു ലിമിറ്റേഷൻ ഞാൻ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ എക്സ്പെക്ടഡ് ഇമ്പാക്ട് അവർ ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റി അഷുറൻസ് ആണ്, 2 ഇൻഡസ്ട്രി അലൈൻമെന്റ് ആണ്. അതായത് ഇൻഡസ്ട്രിക്ക് വേണ്ടത് തന്നെയാണ് നമ്മളെ സ്ഥാപനങ്ങൾ നൽകുന്നത്. ആ ഒരു ഗ്യാപ്പ് ഇല്ല എന്ന് കറക്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതേപോലെ സബ് ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിങ് ഐഡന്റിഫൈ ചെയ്യുക, പ്രൈവറ്റ് സെക്ടറിനെ കുറച്ചുകൂടിയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ബന്ധപ്പെടേണ്ട നമ്പറാണ് ഇത്. അനന്തു കൃഷ്ണൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ നമ്പറാണിത്. ഞാൻ ഈ സ്ലൈഡ് നിങ്ങൾക്ക് അയച്ചു തന്നേക്കാം. എങ്കിലും നിങ്ങൾക്ക് ആർക്കും നോട്ട് ചെയ്യണം, നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്പർ, ഇതാണ് നിങ്ങളുടെ അവരുടെ മെയിൽ ID. അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇത് ആക്ച്വലി ഒരു സെൻട്രൽ പോയിന്റ് ആണ്. പലപ്പോഴും നിങ്ങൾക്ക് ഇവിടെ വിളിച്ചാൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വലി നമുക്ക് ആഹ്, ഓരോ ജില്ലകൾക്ക് വേണ്ടി ഓരോ ആൾക്കാരുണ്ട്. അതുകൂടി ഞാൻ ആ നമ്പറോട് ഞാൻ ഷെയർ ചെയ്ത് തന്നേക്കാം. ഓക്കെ, ഇവർ പറയും ഇതിന്റെ പ്രോമിനൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതിന്റെ സ്റ്റേറ്റ് ലെവൽ സ്റ്റിയറിംഗ് കൗൺസിലിന്റെ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞത് നമ്മുടെ ചീഫ് മിനിസ്റ്ററാണ്. നമ്മുടെ മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ, വിച്ച് മീൻസ് ഇറ്റ്സ് എൻ ഒതന്റിക് കേരള ഗവൺമെന്റ് ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ ഇതിന്റെ അടുത്ത് കഴിഞ്ഞത് ഹൈ പവർ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. അതിനുശേഷം വരുന്നത് ഇതാണ് നമ്മുടെ കേസാണ് ഇതിന്റെ ഹെഡായിട്ട് വരുന്നത്. അതിന്റെ മുകളിൽ വരുന്നത് അതിന്റെ താഴെ വരുന്നത് DSC ആണ്, ഡിസ്ട്രിക്ട് സ്കിൽ കമ്മിറ്റിയാണ്. അത് ആക്ച്വലി ചെയർ ചെയ്യുന്നത് അതാത് ജില്ലയിലെ കളക്ടർമാരാണ്, ഡിസ്ട്രിക്ട് കളക്ടറാണ് ഇത് ചെയർ ചെയ്യുന്നത്. പിന്നെ വരുന്നത് DSDC എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ ജില്ലയിലും ജില്ലാധികാരി ആയിട്ടുള്ള ഓഫീസാണ്. ഇപ്പം ഇത്രയും ഇതാണ് ഇതിന്റെ ഹൈറാർക്കി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ട്രാൻസ്പെറന്റ് ആവണം. അതേപോലെ എന്താ പറയുക, നമുക്ക് കുറച്ചുകൂടി റീച്ചബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം അവർ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കോസിസ്റ്റം ബേസിക്കലി ആദ്യം ഡിമാൻഡ് സൈഡ് മാപ്പിംഗ് ആണ്, ഫണ്ട് പൂളിംഗ്, സപ്ലൈ സൈഡ് മാനേജ്മെന്റ്, ട്രെയിനിങ് ഇക്കോസിസ്റ്റം ആൻഡ് DSDP പ്രിപ്പറേഷൻസ്. ഇതാണ് ഇവരുടെ 5 സിസ്റ്റം പറയുന്നത്. അതായത് ഡിമാൻഡ് ഐഡന്റിഫൈ മുതൽ ഇപ്പോൾ ചില കേസിൽ കുട്ടികൾ ഫണ്ട് ഇല്ലെങ്കിൽ ആ ഫണ്ടിങ് വരെ ചെയ്യാനുള്ള സപ്പോർട്ട് ഇവർക്ക് ഗ്രാജുവലി തരാൻ വേണ്ടി സാധിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അവർ ജില്ലാ തലത്തിൽ DSDP ഓഫീസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ ഞാനിത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതാണ്. ഇവരത് ആക്ച്വലി പുറത്തേക്ക് വിട്ടിട്ടില്ല. ഇങ്ങനത്തെ ഒരു സീലാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സീല് നമുക്ക് 3 ലെവലിലുണ്ടാവും. 3 ടയർ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഗോൾഡ്, സിൽവർ, ബ്രോൺസ് എന്ന് പറഞ്ഞ സെന്ററുകൾ അവർ തരംതിരിക്കും. അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, അതിന്റെ ക്വാളിറ്റി, ടീച്ചേഴ്സ്. അപ്പൊ ഈ ഒരു ആസ്പെക്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ടീച്ചേഴ്സിന്റെ ക്വാളിഫൈഡ് അല്ലാത്ത ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാവരും ക്വാളിഫിക്കേഷൻ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി വെക്കാൻ വേണ്ടി പറയാം. കാരണം ഇത് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും കേരളത്തിൽ ഇംപ്ലിമെന്റ് ആകും. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള 1-2 ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്കിയുള്ളവർക്ക് കോമ്പറ്റേറ്റീവ് ഡിസഡ്വാൻറ്റേജ് വരും. അപ്പോൾ അത് നിങ്ങൾ എത്തിപ്പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ അഫിലിയേഷൻസ് ഒന്നും കേരള ഗവൺമെന്റ് ആയതുകൊണ്ട് ഒഴിവാക്കാത്തതായിരിക്കും നന്നായിരിക്കും. ഒരു സെക്കൻഡ് ഒന്ന് ഞാൻ ചാർജ് കുത്തിയേക്കട്ടെ. ഓക്കെ, സോ ഈ 3 ലെവലിലാണ് ഇത്. ഹയസ്റ്റ് സ്റ്റാൻഡേർഡിന് ഗോൾഡ്, ഹൈ സ്റ്റാൻഡേർഡിന് സിൽവർ, ബെഞ്ച് മാർക്ക് അതായത് മിനിമം ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നവർക്ക് ബ്രോൺസ്. ഇങ്ങനെ 3 തലത്തിലായിരിക്കും ഈ സീൽ ഉണ്ടാവുക. ഇത് നമുക്ക് യൂസ് ചെയ്യാനുള്ള കുറേ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വലിയൊരു ഡോക്യുമെന്റ് ഷെയർ ചെയ്യുന്നുണ്ടാവും. ഓതറൈസ്ഡ് യൂസേജ് മാത്രമേ പറ്റുള്ളൂ. സീൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് വെക്കണം. കളർ കോഡ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഇത് ജില്ലാ തലത്തിലുള്ള ആൾക്കാരുടെ കോൺടാക്ട് നമ്പേഴ്സും മെയിൽ IDസും ആണ്. ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഈ പ്രസന്റേഷൻ അയക്കുന്ന സമയത്ത് അതിനകത്ത് ഉണ്ടാവും കേട്ടോ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. Q&A കിടക്കുന്നതിന് മുമ്പ് ഒരുപാട് പേര് ലാസ്റ്റിലേക്ക് ജോയിൻ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്. അവർക്കത് നമ്മൾ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. ഞാൻ കേസിന്റെ ഉദ്യോഗസ്ഥനല്ല. ഞാൻ ആക്ച്വലി ഒരു B2B ഇൻസ്റ്റിറ്റ്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനം നടത്തുന്ന ഒരാളാണ്. 19 വർഷത്തെ എഡ്യൂക്കേഷനുണ്ട്. മുമ്പ് GTEC വൈസ് പ്രസിഡന്റ് ആയിരുന്നു. നമ്മളെ സർവീസൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞു പോയത്. നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ട എല്ലാ സപ്പോർട്ടും, അതിപ്പം ഹെൽത്ത് കെയർ ആണെങ്കിലും ശരി, അക്കൗണ്ടിങ് ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ട എല്ലാ സിമുലേഷൻ സോഫ്റ്റ്വെയറുകളും നമ്മൾ പൊതുവേ ചെയ്യുന്ന, ലോജിസ്റ്റിക്സ് ഉണ്ട്, ടീച്ചേഴ്സ് ട്രെയിനിങ്, കൊളാബറേഷൻ സപ്പോർട്ടൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എനിക്ക് അറിയുന്നതാണ് ഞാൻ പറയാം. അറിയാത്തതാണെങ്കിൽ നിങ്ങൾ നേരിട്ട് അവരുമായിട്ട് സംസാരിച്ച് തന്നെ ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്.